Start it, sir. Okay. So, in the topic, inborn errors of metabolism, biochemical genetics, inborn errors of metabolism. So, first, biochemical genetics എന്താണെന്ന് ബ്രീഫായിട്ട് പറയാം. അപ്പോൾ ഈ ബയോകെമിക്കൽ ലെവലിലുള്ള എൻസൈംസും ജീൻസും ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ആണ് ബയോകെമിക്കൽ ജനറ്റിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ജനറ്റിക്സ് ബയോകെമിക്കൽ ജനറ്റിക്സ് യൂസ് ചെയ്ത് നമുക്ക് പത്തോഫിസിയോളജിയിലും അതുപോലെ ഈ മെറ്റബോളിക്കൽ എറേഴ്സിന്റെ ട്രീറ്റ്മെന്റിനും ഡയഗ്നോസിസും ഒക്കെ നമുക്ക് ഈ ബയോകെമിക്കൽ ജനറ്റിക്സ് യൂസ് സ്റ്റഡി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ എന്താണ് ഇൻബോൺ എറേഴ്സ് ഓഫ് മെറ്റബോളിസം? അപ്പോൾ ഇതൊരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ആണ്. മെറ്റബോളിക് പാത്വേയിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് കാരണം. സോ ഇപ്പോൾ സപ്പോസ് ഒരു എൻസൈം ഇല്ലാത്തത് കാരണം ഓരോ ജീനും പർട്ടിക്കുലർ ആയിട്ട് ഓരോ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ജീനിൽ എന്തെങ്കിലും മ്യൂട്ടേഷൻസ് വരുമ്പോൾ ഉണ്ടാവുന്ന എറേഴ്സ് ആണ് ഇൻബോൺ എറേഴ്സ് ഓഫ് മെറ്റബോളിസം. അപ്പോൾ ഇത് ഫസ്റ്റ് ആയിട്ട് ആർച്ചിബാൾഡ് ഗരോഡ് ആണ് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1908 ഇൻബോൺ എറേഴ്സ് ഓഫ് മെറ്റബോളിസം എന്നുള്ള ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന പർട്ടിക്കുലർ ജീൻസ് ആണ്. അപ്പോൾ ആ ജീനിന് എന്തെങ്കിലും മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു ഫിസിയോളജിക്കൽ അബ്നോർമാലിറ്റീസിലോട്ട് ലീഡ് ചെയ്യും. അപ്പോൾ അതുപോലെ ഫിനൈൽ അലാനിൻ എന്ന് പറയുന്ന ഒരു എസെൻഷ്യൽ അമിനോ ആസിഡിന്റെ മെറ്റബോളിസം അദ്ദേഹം സ്റ്റഡി ചെയ്യുമ്പോൾ അതിൽ നമുക്ക് അത് ലീഡ് ചെയ്യുന്ന ഒരുപാടധികം എൻസൈം മീഡിയേറ്റഡ് റിയാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ റിയാക്ഷൻസ് എല്ലാം ഈ ഫിനൈൽ അലാനിന്റെ മെറ്റബോളിസം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ റിയാക്ഷൻ പ്രോഡക്ട്സ് ഉണ്ടാവില്ല. സോ അങ്ങനെ ഒരുപാട് അബ്നോർമാലിറ്റീസ് ഉണ്ടാവും. സോ ഇതാണ് മേജർ ടൈപ്സ് ഓഫ് മെറ്റബോളിക് എറേഴ്സ്. നമുക്ക് സിലബസിലുള്ള 5 ടൈപ്സ്. ഫസ്റ്റ് വൺ ഫിനൈൽ കീറ്റോൺയൂറിയ, സെക്കൻഡ് വൺ ആൽക്കപ്റ്റോൺയൂറിയ, ആൽബിനിസം, ടൈറോസൈനോസിസ്, ഗോയിട്രസ് ക്രീറ്റിനിസം. അപ്പൊ ഇതിന് ഈ ഒരു ഒറ്റ പാത്വേ യൂസ് ചെയ്ത് നമുക്ക് ഈ എല്ലാ ഡിസോർഡേഴ്സും മെറ്റബോളിക് എറേഴ്സും നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ പ്രോട്ടീൻ, നമുക്ക് ഡയറ്റിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീനിൽ നിന്നും ഫിനൈൽ അലാനിൻ നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യും. അപ്പോൾ ഈ ഫിനൈൽ അലാനിൻ പിന്നീട് ഫിനൈൽ പൈറുവിക് ആസിഡും ഫിനൈൽ ലാക്റ്റിക് ആസിഡും ആയിട്ട് വേണമെങ്കിൽ ഒരു പാത്വേ അങ്ങനെ പോവാം. ഇപ്പോൾ എൻ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, അങ്ങനെയുള്ള രീതിയിൽ ഒരു പാത്വേയിൽ പോവാം. രണ്ടാമത്തെ പാത്വേ എന്ന് പറയുമ്പോൾ ടൈറോസിനായിട്ടാണ് ഫിനൈൽ അലാനിൻ കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ടൈറോസിൻ ആവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എൻസൈം വരണം, എൻസൈം കോഡ് ചെയ്യുന്ന ഒരു ജീൻ ഉണ്ടാവണം. അപ്പൊ ഈ ജീന് മ്യൂട്ടേറ്റഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫിനൈൽ അലാനിൻ ടൈറോസിനായിട്ട് കൺവേർട്ട് ചെയ്യില്ല. ഇപ്പൊ ടൈറോസിൻ ആണെങ്കിലും 3 പാത്വേസ് ഉണ്ട് ടൈറോസിന്. അപ്പൊ അതിൽ ഫസ്റ്റ് പാത്വേ തൈറോക്സിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺസിനൊക്കെ ആവശ്യമായിട്ടുള്ള തൈറോക്സിനായിട്ട് കൺവേർട്ട് ചെയ്യാം ഒരു പാത്വേയില്. രണ്ടാമത്തെ പാത്വേയില് ഡോപ്പ ആയിട്ട് മാറാം. ഇപ്പോൾ ഡോപ്പ എന്ന് പറയുമ്പോൾ ഡൈഹൈഡ്രോക്സി ഫിനൈൽ അലാനിൻ ആണ്. അപ്പൊ ആ പാത്വേയിലോട്ട് പോയി കഴിഞ്ഞ് പിന്നെ മെലാനിൻ പ്രൊഡക്ഷനിലൊക്കെ ഇൻവോൾവ്. അപ്പോൾ ഇവിടെയും ടൈറോസിന്റെ 3 പാത്വേസ് ഉണ്ട്. അപ്പൊ ഈ 3 പാത്വേസിലും ഓരോ എൻസൈംസ് വരേണ്ടതാണ്. അപ്പൊ ഈ എൻസൈംസിന് അഗെയിൻ ജീൻസ് മ്യൂട്ടേറ്റഡ് ആയി കഴിഞ്ഞാൽ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പൊ ഈ പാത്വേ ബ്ലോക്ക് ആവും. അപ്പൊ ഈ ബ്ലോക്ക് ആണ് ഈ ഇൻഡു ആയിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് തൈറോക്സിൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഗോയിട്രസ് ക്രീറ്റിനിസം ഫോം ചെയ്യും. പിന്നെ തൈറോസിൻ ഈ ബാക്കിയുള്ള പ്രോഡക്ട്സ് ആയിട്ട് എൻ പ്രോഡക്ട്സ് ആയിട്ട് മാറിയിട്ടില്ല, ഇപ്പോൾ ഹൈഡ്രോക്സി ഫിനൈൽ പൈറുവിക് ആസിഡ് ആയില്ല എന്നുണ്ടെങ്കിൽ അത് ടൈറോസിനീമ സെക്കൻഡ് എന്നുള്ള ഡിസോർഡർ ആവും. പിന്നെ അതുപോലെ ഇതിന്റെ ഫർദർ കൺവേർഷൻ ഹോമോജെൻറ്റസിക് ആസിഡ് ആയിട്ടില്ലെങ്കിൽ അവിടെയും ജീൻ മ്യൂട്ടേറ്റഡ് ആകുന്നുണ്ടെങ്കിൽ അവിടെ നിയോനേറ്റൽ ടൈറോസിനീമിയ എന്നുള്ള കണ്ടീഷൻ ആവും. ഇത് ഫർദർ ആയിട്ട് മെലൈൽ അസറ്റിക് ആസിഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൽക്കപ്റ്റോൺ യൂറിയ ഹോമോജെൻറ്റസിക് ആസിഡിന്റെ കൺവേർഷൻ നടക്കാനുള്ള എൻസൈം ഇല്ലെങ്കിൽ. അപ്പൊ അതുപോലെ ഈ ടൈറോസിന്റെ വേറൊരു പാത്വേ ഡോപ്പയാണെന്ന് പറഞ്ഞു, ഡൈഹൈഡ്രോക്സി ഫിനൈൽ അലാനിൻ. അപ്പൊ അവിടെ ഈ മെലാനിനായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള എൻസൈം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ആൽബിനിസത്തിൽ റിസൾട്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ എല്ലാ ഡിസോർഡേഴ്സിന്റെ ഒരു പാത്വേ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഓരോ ഡിസോർഡേഴ്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഫിനൈൽ കീറ്റോൺയൂറിയ. അപ്പൊ ഫിനൈൽ കീറ്റോൺയൂറിയ വരുന്നത് ഫിനൈൽ പൈറുവിക് ആസിഡ് എക്സസ് ആയിട്ട് ബോഡിയിൽ ഫോം ചെയ്യുമ്പോഴാണ്. അപ്പോൾ അത് കാരണം മെന്റൽ ഡിസോർഡേഴ്സും വരും. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ
ജീൻസ് മ്യൂട്ടേറ്റഡ് ആണ്. അപ്പോൾ മ്യൂട്ടേറ്റഡ് ആകുമ്പോൾ ഹോമോസൈഗസ് റെസസീവ് അലീൽസ് ആണ്. ഇപ്പോൾ PP എന്ന് പറയുന്ന അലീൽസ് ഫിനൈൽ കീറ്റോന്യൂറിയയുടെ ഹോമോസൈഗസ് റെസസീവ് അലീൽ ആയിട്ടുള്ള ജീൻസ്. അപ്പൊ ഇങ്ങനെ വരുന്ന കണ്ടീഷനിൽ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ഈ ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന എൻസൈമാണ് ഈ ഫിനൈൽ കീറ്റോന്യൂറിയ കോസ് ചെയ്യുന്നത്. ഈ എൻസൈം ആബ്സെന്റ് ആയിരിക്കുമ്പോഴാണ് ഇത് കോസ് ചെയ്യുന്നത്. അപ്പൊ ഈ എൻസൈം ഉണ്ടെങ്കിൽ ഫിനൈൽ അലാനിൻ നേരത്തെ കാണിച്ചിട്ടുള്ള പാത്വേയിൽ ഫിനൈൽ അലാനിൻ കൺവേർട്ട് ചെയ്യത്തുള്ളൂ. ഫിനൈൽ അലാനിൻ ടൈറോസിനായിട്ട് കൺവേർട്ട്. അപ്പൊ അത് വന്നില്ല എന്നുണ്ടെങ്കിൽ, ആ എൻസൈം ഇല്ലെങ്കിൽ PKU അല്ലെങ്കിൽ ഫിനൈൽ കീറ്റോന്യൂറിയ റിസൾട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫിനൈൽ അലാനിന്റെ കോൺസെൻട്രേഷൻ ബ്ലഡിൽ ഇൻക്രീസ് ചെയ്യും. ലാസ്റ്റ് ഈ അമിനോ ആസിഡ് ഫിനൈൽ പൈറുവേറ്റ്, നമ്മൾ 2 പാത്വേ ഉണ്ട് ഫിനൈൽ അലാനിന്. ഇപ്പോൾ ഒരു പാത്വേ കുറച്ചൊക്കെ നടക്കും, പക്ഷെ മറ്റേ പാത്വേ ഈ ഒരു എൻസൈം ഇല്ലാത്ത കാരണം നടക്കാതെ വരും. ആൻഡ് ഇത് എന്ത് ചെയ്യും, ലാസ്റ്റ് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യും. അതാണ് ഫിനൈൽ കീറ്റോൺ യൂറിയ. അപ്പൊ ഇതിന്റെ സിംറ്റംസ് നോക്കുമ്പോൾ സോഷ്യൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ബിഹേവിയറൽ പ്രോബ്ലംസ് കാണിക്കും. അതുപോലെ ഷെയ്ക്കിങ്, ജെർക്കിങ് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ സ്ലോ ഗ്രോത്ത് ആണ്. സ്കിന്നിലും ഇതിന്റെ കുറച്ചധികം പ്രോബ്ലംസ് കാണാൻ പറ്റും. ദെൻ ഹെഡിന്റെ സൈസ് ചെറുതാവും, സ്മോൾ സൈസ് ആവും ഹെഡ്. അതിന് മൈക്രോസെഫാലി എന്നാണ് പറയുന്നത്. പിന്നെ യൂറിന്റെ കളറ്, അതുപോലെ ഓർഡർ ചേഞ്ച് ചെയ്യും. സ്കിന്നിന്റെ ആയാലും ഒക്കെ ഓർഡർ മസ്റ്റി ഓർഡർ ആയിരിക്കും. അപ്പൊ അതിന് കാരണം ഫിനൈൽ അലാനിൻ എക്സസൈസ്ഡ് ബോഡിയിൽ വരുന്നത്. പിന്നെ സ്കിൻ കളറും ഐസിന്റെ കളറും ഒക്കെ മാറും, ലൈറ്റ് ഫെയർ കളേഴ്സ് ആവും. കാരണം ഈ ഫിനൈൽ അലാനിനും മെലാനിനായിട്ട് കൺവേർട്ട് ചെയ്യാനില്ല. അപ്പൊ അതുകൊണ്ട് സ്കിന്നിന്റെ കളറും ഐസിന്റെ കളറും ഒക്കെ കുറയും. അപ്പൊ ഇതാണ് സ്മോൾ ഹെഡ് മൈക്രോസെഫാലി എന്ന് പറയുന്നത്. ഇത് ഫിനൈൽ കീറ്റോന്യൂറിയയുടെ മാത്രം ഒരു പാത്വേ ആണ്. അഗെയിൻ ഡയറ്ററി പ്രോട്ടീൻ വരുന്നു. ഫിനൈൽ അലാനിൻ ഒരു പാത്വേ എന്ന് പറയുന്നത് ഫിനൈൽ പൈറുവേറ്റ്, ഫിനൈൽ ലാക്ടേറ്റ്, അസറ്റേറ്റ് ആണ്. പിന്നീട് അത് ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് ഇല്ല എന്നുണ്ടെങ്കിൽ ടൈറോസിനായിട്ട് കൺവേർട്ട് ചെയ്യില്ല. ടൈറോസിൻ ഫോം ചെയ്താലേ ബാക്കിയുള്ള തൈറോക്സിൻ, മെലാനിൻ ഒക്കെ ഫോം ചെയ്യുള്ളൂ. ഓക്കെ, ഇത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത് 2 ടെസ്റ്റ് ആണ്. ഫസ്റ്റ് വൺ ഇസ് ഗുത്രി ടെസ്റ്റ്, രണ്ടാമത്തത് ഫെറിക് ക്ലോറൈഡ് ടെസ്റ്റ്. അപ്പൊ ഈ ടെസ്റ്റിൽ ആദ്യം ഈക്കോളയെ നമ്മളൊരു ഫിനൈൽ അലാനിൻ റിച്ച് മീഡിയത്തിൽ ഗ്രോ ചെയ്യും. അതിനുശേഷം അതിനെ മിനിമം മീഡിയത്തിൽ സ്പ്രെഡ് ചെയ്യും. ലാസ്റ്റ് നമ്മളിത് പേഷ്യന്റ് ബ്ലഡ് ആഡ് ചെയ്യുന്ന സമയത്ത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഫിനൈൽ അലാനിൻ എക്സസ് ആയിട്ടുള്ള സ്ഥലത്ത് കൂടുതൽ ഗ്രോത്ത് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ആ ഒരു സാമ്പിളിലായിരിക്കും കൂടുതൽ ഗ്രോത്ത് ഉള്ളത്. അപ്പൊ അതാണ് ഈ ഫസ്റ്റ് ടെസ്റ്റ് ഫിനൈൽ കീറ്റോന്യൂറിയയ്ക്ക്. രണ്ടാമത്തെ ടെസ്റ്റ് ഫെറിക് ക്ലോറൈഡ് ടെസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഫ്രഷ് യൂറിൻ സാമ്പിളും 3 to 4 drops ഓഫ് 10 gram FeCl3 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ബ്ലൂ ഗ്രീൻ കളർ കിട്ടും. അപ്പോൾ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് ഫിനൈൽ പൈറുവേറ്റിന്റെ പ്രസൻസ് കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അമിനോ ആസിഡ്സ് സപ്ലിമെന്റ് ചെയ്യുക. സോ ഫിനൈൽ അലാനിൻ ഓവർ ആവാതെ നോക്കാനുള്ള അമിനോ ആസിഡ്സ് സപ്ലിമെന്റ് ചെയ്യുന്നത് ഫസ്റ്റ് മെത്തേഡാണ്. ആൻഡ് ഓൾസോ എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി യൂസ് ചെയ്തിട്ട് ഫിനൈൽ അലാനിൻ എക്സസ് ആയിട്ടുള്ളത് ബ്രേക്ക് ഡൗൺ ചെയ്യാം. രണ്ടാമത്തത് ഫിനൈൽ അലാനിൻ കുറച്ചിട്ട് ലിമിറ്റ് ചെയ്യുക, ഡയറ്ററി ഫുഡിലുള്ളത് ലിമിറ്റ് ചെയ്യുക. അതാണ് 2 ട്രീറ്റ്മെന്റ്സ് ആയിട്ട് ഉള്ളത്. സോ രണ്ടാമത്തെ എററാണ് ആൽക്കപ്റ്റോൺയൂറിയ. ഇപ്പൊ ആൽക്കപ്റ്റോൺയൂറിയ എന്ന് പറയുന്നത് അഗെയിൻ ഒരു ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷനിൽ വരുന്നതാണ്. അപ്പൊ ഇവിടെ ഹോമോജെന്റിസിക് ആസിഡ് ആണ് എക്സസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് കാരണം ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരും. ആൻഡ് ദിസ് ഇസ് ഓൾസോ കോൾഡ് എസ് ബ്ലാക്ക് യൂറിൻ ഡിസീസ്. കാരണം ഇത് ഈ എക്സസ് ആയിട്ട് യൂറിയയിൽ എക്സസ് ആയിട്ട് ആൽക്കപ്റ്റോൺ വരുമ്പോൾ അത് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യും, അത് ബ്ലാക്ക് കളർ ആവും. അപ്പൊ അതുകൊണ്ടാണ് ബ്ലാക്ക് യൂറിൻ ഡിസീസ്. അപ്പൊ ഇതില് ഹോമോസൈഗസ് റെസസീവ് ജീൻസ് ഉള്ളത് കൊണ്ട് ഹോമോജെന്റിസേറ്റ് 1,2 ഡൈഓക്സിജനേസ് HGD എന്ന് പറയുന്ന എൻസൈമാണ് പ്രൊഡ്യൂസ് ചെയ്യാത്തത്. അപ്പൊ ഈ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാത്തത് കാരണം ആൽക്കപ്റ്റോൺ എന്ന് വെച്ചാൽ 2,5 ഡൈഹൈഡ്രോ ഫിനൈൽ ലാസറ്റിക് ആസിഡ് അല്ലെങ്കിൽ ഹോമോജെന്റിസിക് ആസിഡ്, അതാണ് ആൽക്കപ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹോമോജെന്റിസിക് ആസിഡിന്റെ കൺവേർഷൻ ഓക്സിഡേഷൻ നടക്കാത്തത് കാരണമാണ് ഈ ഒരു ഡിസീസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആൽക്കപ്റ്റോൺ പിന്നീട് അസറ്റോ അസറ്റിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യില്ല.
അതുപോലെ വാട്ടർ കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യില്ല. അപ്പോൾ ഇതൊന്നും ഫോം ചെയ്യാത്ത കാരണം ആൽക്കപ്റ്റോൺ അങ്ങനെ തന്നെ ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്യും, ലാസ്റ്റ് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യും. ഈ യൂറിൻ പിന്നീട് എയറുമായിട്ട് എക്സ്പോസ്ഡ് ആകുമ്പോൾ അത് ബ്ലാക്ക് കളറാവും. സോ ഇതൊരു പെഡിഗ്രി അനാലിസിസ് ആണ് ആൽക്കപ്റ്റോൺ യൂറിയയുടെ. അപ്പോൾ ഫസ്റ്റ് ഇവിടെ അഫക്റ്റഡ് മെയിലും അൺഅഫക്റ്റഡ് ഫീമെയിലും ഉള്ള ഒരു ക്രോസ് ആണ്. അപ്പോൾ ഇവിടെ ഹോമോസൈഗസ് റെസസീവ് അലീൽസ് വരുന്നിടത്തെല്ലാം നമുക്ക് അഫക്റ്റഡ് ആവാറുണ്ട്, ഇൻഡിവിജ്വൽസ് അഫക്റ്റഡ് ആവാറുണ്ട്. അപ്പോൾ ഇവിടെ ഹോമോസൈഗസ് റെസസീവ് അലീലാണ് ആൽക്കപ്റ്റോൺ യൂറിയയുടെ അലീൽ എ ആണ്. അപ്പോൾ ഇവിടെ എല്ലാം ഹോമോസൈഗസ് എവിടെയെല്ലാം വരുന്നു അവിടെയൊക്കെ പേഷ്യൻസ് ആൽക്കപ്റ്റോൺ യൂറിയ അഫക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ ആൽക്കപ്റ്റോൺ യൂറിക് ആയിട്ടുള്ള ആൾക്കാർക്ക് വേറെ ഉള്ളൊരു സിംറ്റമാണ് കാർട്ടിലേജിനസ് റീജിയൻസ്. ഇപ്പോൾ ഇയറിന്റെ പിന്നയിലെല്ലാം ഡാർക്കനിങ്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ആർത്രൈറ്റിസ്, ഒരു ഒക്രോണോസിസ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസും ആൽക്കപ്റ്റോൺ യൂറിക് ആയിട്ടുള്ള പീപ്പിളിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒക്രോൺസിസ് ഐസിൽ വരാം, അതുപോലെ ഇയർ, സ്കിൻ, കാർഡിയാക് വാൽവ്സിലൊക്കെ വരാം. പിന്നെ കിഡ്നീസും ബ്ലാക്ക് കിഡ്നീസ് ആവും, പ്രോസ്ട്രേറ്റ് സ്റ്റോൺസ്, ഇതെല്ലാമാണ് ഇതിന്റെ മസിൽസ് ഒക്കെ റപ്ചർ ചെയ്യാം, ടെൻഡൻസ് റപ്ചർ, ഇതൊക്കെയാണ് ഒക്രോണോസിസ് എന്ന് പറയുന്ന ആർത്രൈറ്റിസ് കണ്ടീഷനിൽ വരുന്നത്. അപ്പോൾ ഇത് ആൽക്കപ്റ്റോൺ യൂറിക് ആയിട്ടുള്ള പീപ്പിളിന് ഈ ഒക്രോണോസിസ് വരാറുണ്ട്. ആൻഡ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. സോ ഇതാണ് ഇതിന്റെ ഒരു സിംറ്റം. നോർമൽ യൂറിൻ ഇങ്ങനെയാണെങ്കിൽ നോർമൽ യൂറിൻ എയർ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാലും സെയിം കളർ ആയിരിക്കും. പക്ഷെ ആൽക്കപ്റ്റോൺ യൂറിക് ആയിട്ടുള്ള പീപ്പിൾ കുറച്ച് കഴിയുമ്പോൾ ഈ യൂറിന്റെ കളർ ബ്ലാക്ക് കളറാവും, ആൽക്കപ്റ്റോൺ എക്സസ് ആയിട്ടുള്ളത് കൊണ്ട്. സോ അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റം. അപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റ് ഡയറ്ററി റെസ്ട്രിക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫിനൈൽ അലാനിൻ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോമോജെൻറ്റിസിക് ആസിഡിന്റെ എക്സ്ക്രീഷൻ കുറയ്ക്കാൻ പറ്റും. സോ ഇത് ആൽക്കപ്റ്റോൺ യൂറിയ കുറയ്ക്കാനായിട്ട് ഒരു കുറച്ച് ലിമിറ്റ് ചെയ്യാൻ പറ്റും. സോ അടുത്ത ഡിസോർഡർ ആൽബിനിസം ആണ്. സോ ആൽബിനിസം ഇസ് അഗെയിൻ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഹെറിറ്റഡ് ഡിസോർഡേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ മെലാനിൻ പിഗ്മെന്റ് കാണില്ല, അതാണ് മേജർ സിംറ്റം എന്ന് പറയുന്നത്. മെലാനിൻ പിഗ്മെന്റ് ആബ്സെന്റ് ആയിരിക്കും. ഓൾസോ വിഷ്വൽ പാത്വേയിലും അബ്നോർമാലിറ്റീസ് വരും. നമ്മുടെ ഐസിൽ മെലാനിൻ പിഗ്മെന്റ് ആവശ്യമുണ്ട് റെറ്റിന ഫോർമേഷനൊക്കെ വേണ്ടിയിട്ട്, അപ്പോൾ അതും അഫക്റ്റഡ് ആവും. സോ വിഷ്വൽ പാത്വേയും അതിനോട് അനുബന്ധമായിട്ടുള്ള അബ്നോർമാലിറ്റീസും വരും. സോ അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വരാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യില്ല. ടൈറോസിനേസ് എന്നുള്ള എൻസൈമാണ് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഈ ടൈറോസിനേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ മ്യൂട്ടേറ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാത്വേ കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ അങ്ങനെ മെറ്റബോളിക് ഡിസോർഡേഴ്സ് വരും. അപ്പൊ ആൽബിനിസം എന്നുള്ള ടേം ഫസ്റ്റ് നമുക്ക് ഡിറൈവ് ലാറ്റിൻ നിന്നാണ്, ആൽബസ് മീനിങ് വൈറ്റ്. അപ്പൊ ഈ ഒരു ഡിസീസിനെ കുറിച്ചും ഗാരോഡ് 1908 സയന്റിഫിക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിലും റെസസീവ് ജീൻസ് ആണ്, ഹോമോസൈഗസ് റെസസീവ് ജീൻസ് ആണ്. ടൈറോസിനേസ് എന്നുള്ള എൻസൈം പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ഡോപ്പയെ കൺവേർട്ട് ചെയ്യത്തില്ല. അപ്പോൾ ഡോപ്പ കൺവേർട്ട് ചെയ്തിട്ടാണ് പിന്നീട് മെലാനിൻ ആവുന്നത്. അപ്പോൾ ടൈറോസിന് രണ്ട് പാത്വേ ഉണ്ട്. ടൈറോസിൻ ആദ്യം മെലനോസൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു എൻസൈം വേണം, ടൈറോസിനേസ് എൻസൈം. അതിന് പിന്നെ അത് ഡോപ്പയാവും. പിന്നെ ഡോപ്പ പിന്നീട് മെലാനിൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിലും ആൽബിനിസം ആവും. സോ രണ്ട് ടൈപ്പ് ഓഫ് ആൽബിനിസം ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ഒക്യുലോ ക്യൂട്ടേനിയസ് ആൽബിനിസം, രണ്ടാമത്തെ ഒക്യുലർ ആൽബിനിസം. അപ്പോൾ ഒക്യുലോ ക്യൂട്ടേനിയസ് ആൽബിനിസം എന്ന് പറയുമ്പോൾ സ്കിന്ന് ഹെയർ പോലുള്ള പിഗ്മെന്റേഷൻ ആണ് ഒക്യുലോ ക്യൂട്ടേനിയസ് ആൽബിനിസം. രണ്ടാമത്തെ ഒക്യുലർ ആൽബിനിസം, ഇത് വിഷ്വൽ പാത്വേ അഫക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആൽബിനിസം ആണ് ഒക്യുലർ ആൽബിനിസം. അപ്പൊ ഈ ആൽബിനോ പേഷ്യൻസിൽ മെലനോസൈറ്റ്സ് നോർമൽ നമ്പറിൽ ആയിരിക്കില്ല. അപ്പോൾ നോർമൽ നമ്പർ ആയിരിക്കുമെങ്കിലും മെലാനിൻ പിഗ്മെന്റ് ആണ് കുറവായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അവരുടെ സ്കിന്ന് ഹെയർ ഒക്കെ ഇതുപോലെ ഫെയർ ആവും, ഐസും ഒക്കെ ഫെയർ ആവും. പിന്നെ ഈ സ്കിന്നിന്റെ കളർ അല്ലെങ്കിൽ ഹൈപ്പോ പിഗ്മെന്റേഷന്റെ ഡിഗ്രി ഓരോ ടൈപ്പ് ഓഫ് ആൽബിനിസം വേരി ചെയ്യുന്നതിനനുസരിച്ച് വേരി ചെയ്യും. അപ്പൊ എല്ലാ ടൈപ്പ് ഓഫ് ആൽബിനിസത്തിലും കോമൺ ആയിട്ടുള്ളതാണ് ഈ വിഷ്വൽ എറേഴ്സ്, റിഫ്രാക്റ്റീവ് എറേഴ്സ്, അങ്ങനെയുള്ള കുറച്ചധികം എറേഴ്സ് ആണ്. ഇപ്പൊ ഒപ്റ്റിക് നെർവ് ഫൈബേഴ്സിന്റെ മിസ്റൂട്ടിങ്, ഇതൊക്കെ ആൽബിനോ ആയിട്ടുള്ള പേഷ്യൻസിന് കാണുന്ന കോമൺ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ആണ്. അപ്പോൾ അടുത്ത എറർ ആണ് ടൈറോസൈനോസിസ്. ടൈറോസൈനോസിസ്
വരുന്നത് ഒരു മൾട്ടി സ്റ്റെപ്പായിട്ട് ടൈറോസിൻ എന്ന് പറയുന്നത് ബ്രേക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വരുന്നതാണ് ടൈറോസിനോസിസ്. അപ്പോൾ ഈ ടൈറോസിൻ ആൻഡ് ബൈ പ്രോഡക്ട്സ് എല്ലാം ലീഡ് ചെയ്യുന്നതാണ്. ഇതിന്റെ എക്സസ് ആയിട്ടുള്ള അക്യുമുലേഷൻ കാരണമാണ് ടൈറോസൈനോസിസ് അല്ലെങ്കിൽ ടൈറോസിനീമിയ എന്നുള്ള കണ്ടീഷൻ വരുന്നത്. അപ്പൊ അത് അക്യൂട്ട് ടൈറോസൈനോസിസ് ആണെന്നാണ്. ഇൻഫൻസിലൊക്കെ ആണെങ്കിൽ അത് ഡയറിയ, അതുപോലെ വൊമിറ്റിംഗ്, പിന്നെ ക്യാബേജ് ലൈക്ക് ഓർഡർ ഒക്കെ വരും. അത് ഇൻഫൻസിൽ ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈവൻ ഡെത്ത് വരെ കോസ് ചെയ്യാം. മെയിൻ ആയിട്ട് നമുക്ക് 3 ടൈപ്പ് ഓഫ് ടൈറോസിനീമിയാണ്. ഓരോ ടൈപ്പ് ഓഫ് ടൈറോസിനീമിയയ്ക്കും ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള സിംറ്റംസ് ആണ്. ആൻഡ് ഓൾസോ അത് ഡെഫിഷ്യൻസി ഒരു പെർട്ടിക്കുലർ ഡിഫറെന്റ് ആയിട്ടുള്ള എൻസൈംസ് ഇല്ലാത്തത് കാരണമാണ് ഈ 3 ടൈപ്പ് ഓഫ് ടൈറോസൈനോസിസും സംഭവിക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് വൺ ടൈപ്പ് 1 ഇതാണ് ഏറ്റവും മോസ്റ്റ് സിവിയർ ആയിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ എൻസൈം എന്ന് പറയുന്നത് ഫിമൈർ അസറ്റോ അസറ്റേറ്റ് ഹൈഡ്രോക്സിലേസ് എന്നുള്ള എൻസൈമാണ്. അപ്പൊ ഈ എൻസൈം ഇല്ല എന്നുണ്ടെങ്കിൽ ടൈപ്പ് 1 ആണ് കോസ് ചെയ്യുന്നത്, ടൈപ്പ് 1 ടൈറോസിനീമിയ കോസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഒരു ഹൈപ്പർ ടൈറോസിനീമിയാണ്, ഏറ്റവും സിവിയർ ആയിട്ടുള്ള ടൈപ്പാണ്. രണ്ടാമത്തെ ടൈപ്പ് 2 ടൈറോസിനീമിയ. ഇത് കോസ് ചെയ്യുന്നത് ടൈറോസിൻ അമിനോ ട്രാൻസ്ഫറേസ് എന്നുള്ള എൻസൈമിന്റെ ആബ്സെൻസ് കാരണമാണ് ഈ ടൈപ്പ് കോസ് ചെയ്യുന്നത്. അപ്പൊ ഇത് അഫക്ട് ചെയ്യുന്ന ഐസിൽ അഫക്ട് ചെയ്യും, സ്കിന്നിൽ, അതുപോലെ തന്നെ ഓവറോൾ മെന്റൽ ഡെവലപ്മെന്റിനും ഈ സെക്കൻഡ് ടൈപ്പ് ടൈറോസിനീമിയ അഫക്ട് ചെയ്യും. തേർഡ് ടൈപ്പ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ 4-ഹൈഡ്രോക്സി ഫിനൈൽ പൈറുവേറ്റ് ഡൈ ഓക്സിജനേസ് എന്നുള്ള എൻസൈമിന്റെ ഡെഫിഷ്യൻസി കാരണം ഫോം ചെയ്യുന്നതാണ് ടൈപ്പ് 3. ആൻഡ് ദിസ് ഇസ് എ റെയർ ഡിസോർഡർ, കോമൺ അല്ലാത്ത ഡിസോർഡർ ആണ്. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, സീഷ്യേഴ്സ് വരാം, ബിഹേവിയറൽ മൂവ്മെന്റ്സിലൊക്കെയുള്ള പ്രോബ്ലംസ്, ചേഞ്ചസ് ഒക്കെ ആണ് ഈ ഒരു ടൈപ്പ് 3 കാണുന്നത്. ഇത് അഗെയിൻ ടൈറോസിനീമിയയുടെ ഒരു പാത്വേ ആണ്. ഇപ്പൊ ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന എൻസൈം ഇല്ല എന്നുണ്ടെങ്കിൽ ടൈറോസിനായിട്ട് കൺവേർട്ട് ചെയ്യില്ല. ഈ ടൈറോസിൻ ബാക്കിയുള്ള പാത്വേയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ എൻസൈംസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ടൈറോസിൻ ട്രാൻസ്ഫർ അമിനേസ് ഇല്ല എന്നുണ്ടെങ്കിൽ ടൈപ്പ് 2 ആണ്, ടൈറോസിനീമിയ ടൈപ്പ് 2 കോസ് ചെയ്യും. പിന്നീട് അത് ഹൈഡ്രോക്സി ഫിനൈൽ പൈറുവേറ്റ് ആയിട്ടില്ല, ഇവിടെയും നമുക്കൊരു എൻസൈം ഉണ്ട്. അപ്പൊ ഇതില്ല എന്നുണ്ടെങ്കിൽ നിയോനേറ്റൽ ബേബീസ്, ഇൻഫൻസിലൊക്കെ വരുന്ന ടൈറോസിനീമിയാണ്. പിന്നെ അത് ഹോമോജെന്റിസൈറ്റ് ഓക്സിഡേസ് ഇല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ആൽക്കപ്റ്റോൺയൂറിയ എന്നുള്ള കണ്ടീഷൻ ആവും. പിന്നെ ഈ പിന്നെ ഫോം ചെയ്യുന്ന ഫിമൈൽ അസറ്റോ അസറ്റേറ്റിന്റെ ഹൈഡ്രോക്സിലേസ് എൻസൈം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ടൈറോസിനീമിയ ടൈപ്പ് 1 ഇത് ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ ഫോം ചെയ്യുന്ന ഡിസോർഡർ ആണ്. അപ്പൊ ഈ ടൈപ്പ് 1ന്റെ കുറച്ചധികം സിംറ്റംസ് ആണ് ഈ ഒരു ഫിഗറിലുള്ള സിംറ്റംസ്. അടുത്ത ലാസ്റ്റ് ഡിസോർഡർ ആണ് എററാണ് ഗോയിട്രസ് ക്രെറ്റിനിസം. അപ്പൊ ഈ കണ്ടീഷൻ തൈറോയിഡ് അസോസിയേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇവിടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ് അത് റിട്ടാർഡേഷൻ നടക്കാറുണ്ട്, കാരണം തൈറോയ്ഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഏതൊരു അത് ഫീറ്റൽ ലൈഫിൽ തന്നെ തൈറോയ്ഡ് ഹോർമോൺസ് ഫോം ചെയ്യാതെ വരും, അതുപോലെ അല്ലെങ്കിൽ പോസ്റ്റ് നേറ്റൽ ആയിട്ടുള്ള സമയത്തും വരാം. അപ്പോൾ ഗോയിട്രസ് ക്രെറ്റിനിസം മെയിൻ ആയിട്ട് 2 രീതിയിൽ വരാം. ഒന്ന് അയൺ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ നമുക്ക് അയഡിൻ ഡെഫിഷ്യൻസി കാരണമോ വരാം. അതല്ല എന്നുണ്ടെങ്കിൽ വരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ജനറ്റിക്സ് കാരണമാണ് രണ്ടാമത്തെ കണ്ടീഷൻ. അപ്പൊ ഈ എൻഡമിക് ആയിട്ട് ഫസ്റ്റ് ഒക്കെ ഗോയിട്രസ് ക്രെറ്റിനിസം ഒരു എൻഡമിക് ഡിസീസ് ആയിരുന്നു. ആൻഡ് അത് അയഡൈസ്ഡ് സോൾട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അത് ഓൾമോസ്റ്റ് ഡിസപ്പിയർ ആവാൻ തുടങ്ങി. എഗെയിൻ അയോഡിൻ യൂസ് ചെയ്തിട്ടും ഡിസപ്പിയർ ആവാത്ത കണ്ടീഷൻ, പിന്നീട് അത് ജനറ്റിക്കൽ ഡിഫക്ട്സ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് തൈറോയ്ഡ് ഹോർമോൺ സിന്തസൈസ് ചെയ്യാത്തത് കൊണ്ടൊക്കെയാണ് ഈ ഗോയിട്രസ് ക്രെറ്റിനിസം വരുന്നത്. ഇപ്പൊ മോസ്റ്റ് കോമൺ സിംറ്റം എന്ന് പറയുന്നത് ഗോയിറ്റർ തന്നെയാണ്. തൈറോയ്ഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്ത് വരുന്നതാണ് ഇതിന്റെ ഏറ്റവും ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ അതർ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ ഡ്രൈ റഫ് സ്കിൻ യെല്ലോയിങ് ഒക്കെ വരാം, പ്രൊട്രൂഡഡ് ട്രങ്ക്, ഫേസ് പഫി ആവുന്നത്, പിന്നെ അതുപോലെ സ്റ്റാൻഡേർഡ് ഗ്രോത്ത്, മെന്റൽ റിട്ടാർഡേഷൻ, പിന്നെ ഹിയറിംഗ് സ്പീച്ച് ഡിഫക്ട്സ് ഒക്കെയാണ് ഇതിന്റെ സിംറ്റംസ് എന്നുള്ളത്. സോ ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് തൈറോയ്ഡ് ഹോർമോണിന്റെ ബ്ലഡ് ടെസ്റ്റ് യൂസ് ചെയ്ത് ഡയഗ്നോസ് ചെയ്യാം. പിന്നെ ട്രീറ്റ്മെന്റ് അയഡിൻ സപ്ലിമെന്റ് ചെയ്യുക, പിന്നെ തൈറോക്സിൻ ട്രീറ്റ്മെന്റ്സ് ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.
Sanuja, നന്നായിട്ട് പ്രസന്റ് ചെയ്തു. താങ്ക്സ് സർ. എനി ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടാകുമെന്ന് എനിക്കറിയാം, ബട്ട് ഇറ്റ് ഈസ് ഇനഫ് അല്ലേ? നന്നായിട്ട് പഠിക്കുക എല്ലാവരും. ഓരോ ഡിസീസും ചോദിക്കാവുന്നതാണ്. ആൽക്കപ്റ്റോൺയൂറിയ, ഫിനൽ കീറ്റോൺയൂറിയ ഒക്കെ ചോദിക്കാം. പിന്നെ ഏത് ക്വസ്റ്റ്യനും ചോദിക്കാവുന്നതാണ് അതിനകത്തുനിന്ന്. അത് നന്നായിട്ട് പ്രിപ്പയർ താങ്ക് യു ചെയ്യാം. സർ. വെരി ഗുഡ്. ഓക്കെ, അടുത്ത ആരാണ്? നമ്മുടെ ആ ഗ്രിഫിത്ത് എക്സ്പെരിമെന്റ് പറഞ്ഞിട്ടുള്ള ആളുണ്ടോ? DNA ആസ് ജനറ്റിക് മെറ്റീരിയൽ. ആർക്കായിരുന്നു അവിടുത്തെ? അമൃത കയറിയിട്ടുണ്ടോ? നിത്യ? നിത്യ ആർക്കായിരുന്നു ആ ടോപ്പിക് കൊടുത്തത്? നമ്മൾ ജോയിൻ ചെയ്തിട്ടില്ല. DNA ജനറ്റിക് മെറ്റീരിയൽ. ഇല്ല. പിന്നെ സെമി കൺസർവേറ്റീവ് ആപ്ലിക്കേഷൻ ഒക്കെ ആയിരുന്നു. സാർ എനിക്കായിരുന്നു. ഓ റെഡിയല്ലേ? പ്രസന്റ് ചെയ്തു. എനിക്ക് കിട്ടിയ ടോപ്പിക് എന്ന് പറയുന്നത് DNA റെപ്ലിക്കേഷൻ ആണ്. അപ്പം നമുക്ക് ഫസ്റ്റായിട്ട് ബേസിക് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് DNA റെപ്ലിക്കേഷൻ നോക്കാം. ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സെമി കൺസർവേറ്റീവ് നേച്ചറാണ്. നമുക്കറിയാം DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് ആണ്. അപ്പോൾ വാട്സൺ ആൻഡ് ക്രിക്ക് പബ്ലിഷ്ഡ് എ പേപ്പർ describing a mechanism by which DNA double helix could replicate. They proposed that two complementary strands of the double helix unwind and separate, and each strand guide the synthesis of a new complementary strand. This mechanism of DNA replication is called semi-conservative replication because parental molecule is half conserved. അതായത് നമുക്കറിയാം നമ്മുടെ DNA രണ്ട് കോംപ്ലിമെന്ററി സ്ട്രാൻഡ് ആണുള്ളത്. അത് ആന്റി പാരലായിട്ട് രണ്ട് കോംപ്ലിമെന്ററി സ്ട്രാൻഡ് ആണുള്ളത്. അതായത് ന്യൂക്ലിയോടൈഡ്സിന്റെ പോളിമർ ചെയിൻ ആണ്. അതായത് ഡിയോക്സി റൈബോ ഷുഗറും ഒരു നൈട്രജൻ കണ്ടെയ്നിങ് ബേസും ആൻഡ് ഫോസ്ഫറസ് ഗ്രൂപ്പും. അപ്പോൾ ഇതിൽ നമ്മുടെ ഡബിൾ ഹെലിക്സ് എന്ന് പറയുന്നത് സെമി കൺസർവേറ്റീവ് നേച്ചറിൽ പറയുന്നത് ഒരു സ്ട്രാൻഡ്, അതായത് പാരന്റൽ സ്ട്രാൻഡ് കൺസർവ് ചെയ്യപ്പെടും ആൻഡ് ന്യൂലി സിന്തസൈസ് ഒരു DNA സ്ട്രാൻഡ് കൂടി ഉണ്ടാവും. അങ്ങനെയാണ് സെമി കൺസർവേറ്റീവിൽ പറയുന്നത്. Semi-conservative DNA replication. Watson and Crick first proposed this mechanism of DNA replication based on complementary base pairing between two strands of the double helix. ഇവിടെ ഡയഗ്രാം കാണിച്ചിരിക്കുന്നത് നമ്മുടെ DNA റെപ്ലിക്കേഷൻ നടക്കുന്നതാണ്. അതായത് ബിഗിനിങ് ഓഫ് അൺവൈൻഡിങ്. ഇവിടുന്ന് പാരന്റൽ ഡബിൾ ഹെലിക്സ് അൺവൈൻഡ് ചെയ്ത് തുടങ്ങുമ്പോൾ അവിടുന്ന് റെപ്ലിക്കേഷൻ നടന്നു വരുന്നത്. ന്യൂ ഡബിൾ സ്ട്രാൻഡ് റെപ്ലിക്കേഷൻ ഈസ് കംപ്ലീറ്റ്. Note that each of the parental strand is conserved and serves as a template for the synthesis of a new complementary strand. That is, the base sequence in each progeny strand is determined by the hydrogen bonding potentials of the bases in the parental strand. Parental strandലുള്ള നൈട്രജൻ ബേസിന്റെ ഹൈഡ്രജൻ ബോണ്ടിങ് പൊട്ടൻഷ്യൽ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പുതിയ പ്രോജനി സ്ട്രാൻഡിൽ പ്രോജനി സ്ട്രാൻഡ് ഉണ്ടാവുന്നത്. അതാണ് നമ്മുടെ സെമി കൺസർവേറ്റീവ് നേച്ചർ. അതായത് പാരന്റൽ DNA കൺസർവ് ചെയ്യപ്പെടും, ബാക്കി ന്യൂലി സിന്തസൈസ് ചെയ്യപ്പെടുക ചെയ്യാം. അതുപോലെ രണ്ട് തരത്തിലുള്ള വേറെ ടൈപ്പ് റെപ്ലിക്കേഷൻ പറയുന്നത് കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ ആൻഡ് ഡിസ്പേഴ്സീവ് റെപ്ലിക്കേഷൻ. കൺസർവേറ്റീവ് റെപ്ലിക്കേഷനിൽ പറയുന്നത് പാരന്റൽ ഡബിൾ ഹെലിക്സ് വുഡ് ബി കൺസർവ്ഡ് ആൻഡ് ന്യൂ പ്രോജനി ഡബിൾ ഹെലിക്സ് വുഡ് ബി സിന്തസൈസ്ഡ്. അതായത് ഇവിടെ സ്ട്രാൻഡ് സെപ്പറേഷൻ നടക്കുന്നില്ല, ഇവിടെ പാരന്റൽ ഡബിൾ ഹെലിക്സ് മൊത്തത്തിൽ കൺസർവ് ചെയ്യപ്പെടും, പിന്നെ വേറൊരു പ്രോജനി ഡബിൾ ഹെലിക്സ് പുതിയതായിട്ട് ഉണ്ടാവുക ചെയ്യുന്നത്.
In dispersive replication, segments of both strands of parental DNA molecule would be conserved and used as a template for the synthesis of complementary segments that would be subsequently be joined to produce a progeny DNA strand. അതായത് ഇവിടെ ചില സെഗ്മെന്റ്സ് പാരന്റൽ ബോത്ത് സ്ട്രാൻഡ്സിലെയും പാരലൽ സെഗ്മെന്റ്സ് കൺസർവ് ചെയ്യപ്പെടും. പിന്നെ അത് എന്ത് ചെയ്യും, ജോയിൻ ചെയ്തിട്ട് ഒരു പുതിയ DNA സ്ട്രാൻഡ് പ്രിപ്പയർ ചെയ്യുക ചെയ്യാം. ഇതാണ് 3 തരത്തിലുള്ള സെമി കൺസർവേറ്റീവ് ആൻഡ് ഡിസ്പേഴ്സീവ് റെപ്ലിക്കേഷൻ. അതായത് സെമി കൺസർവേറ്റീവില് ഇവിടെ പാരന്റൽ സ്ട്രാൻഡ് 2 സെപ്പറേറ്റ് ചെയ്യും, പുതിയ സ്ട്രാൻഡ് പ്രിപ്പയർ ചെയ്യപ്പെടും. കൺസർവേറ്റീവില് പാരന്റൽ സ്ട്രാൻഡ് അതേപോലെ ഉണ്ടാവും, കൺസർവ് ചെയ്യപ്പെടും, മൊത്തത്തിൽ കൺസർവ് ചെയ്യപ്പെടും. പാരന്റൽ ഹെലിക്സ്, ഒരു പുതിയ പ്രോജനി ഹെലിക്സ് സിന്തസൈസ് ചെയ്യപ്പെടും. ഡിസ്പേഴ്സീവില് ഫ്രാഗ്മെന്റ്സ് കൺസർവ് ചെയ്യപ്പെടും, പിന്നെ അത് പുതിയ സ്ട്രാൻഡ് പ്രിപ്പയർ ചെയ്ത് ജോയിൻ ചെയ്ത് ഒരു പുതിയ സ്ട്രാൻഡായി മാറും. പിന്നെ 2ാമത്തെ ജനറേഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടായ പ്രോജനിയാണ് പാരന്റായിട്ട് ആക്ട് ചെയ്യുക. അപ്പൊ അത് 2 സെപ്പറേറ്റ് ചെയ്യും. സെമി കൺസർവേറ്റീവ് പ്രകാരം 2 പുതിയ സ്ട്രാൻഡ് പ്രിപ്പയർ ചെയ്യും. ഇനി അടുത്തത് നമുക്ക് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റൽ മെത്തേഡാണ് മെസൽസൺ ആൻഡ് സ്റ്റാൾസ് എക്സ്പെരിമെന്റ്. In 1958, Matthew Meselson and Franklin Stahl demonstrated that the chromosome of Escherichia coli replicated semi-conservatively. Meselson and Stahl grew E. coli cells for many generations in medium in which heavy isotope of nitrogen, that is N50, had been substituted for the normal isotope N40. മാത്യു മെസൽസൺ ആൻഡ് ഫ്രാങ്ക്ലിൻ സ്റ്റാൾ എന്താ ചെയ്തത്, E. coli സെൽസിനെ കൾച്ചർ ചെയ്തു. അതായത് നൈട്രജന് 2 ഐസോട്ടോപ്പാണ് ഉള്ളത്, ഒരു ഹെവി ഐസോട്ടോപ്പ് ആൻഡ് ലൈറ്റ് ഐസോട്ടോപ്പ്. N40 എന്ന് പറയുന്നത് നോർമൽ ഐസോട്ടോപ്പാണ്, അതായത് ലൈറ്റ് ഐസോട്ടോപ്പാണ്. N50 എന്ന് പറയുന്നത് ഹെവി ഐസോട്ടോപ്പാണ്. നമുക്കറിയാം നമ്മുടെ DNA-യിൽ പ്യൂരിനിലും പിരമിഡിലും നൈട്രജൻ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏതിലാണോ ഈ നൈട്രജന്റെ സോഴ്സ് ആയിട്ട് ഇവിടെ ഉപയോഗിച്ചത് NH4Cl ആണ്. അമോണിയം ക്ലോറൈഡ് ആണ് ഇവിടെ നൈട്രജന്റെ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ നൈട്രജൻ കണ്ടെയ്നിങ് ചെയ്യുന്ന ഒരു മീഡിയത്തിൽ നമ്മുടെ DNA-യുടെ സെൽസിനെ കൾച്ചർ ചെയ്താൽ നമ്മുടെ DNA അബ്സോർബ് ചെയ്യും, നൈട്രജൻ അബ്സോർബ് ചെയ്ത് അത് എന്ത് ലാബിൽഡ് ആവും, N50 അല്ലെങ്കിൽ N40 ലാബിൽഡ് ആവും. The purine and pyrimidine bases in DNA contain nitrogen. Thus, the DNA of cells grown on the medium containing N50 will have a greater density than the DNA of cells grown in the medium containing N40. N40 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ N50 എന്താണ്, N50 മീഡിയത്തിൽ ഇട്ട് വെച്ച അല്ലെങ്കിൽ കൾച്ചർ ചെയ്ത സെൽസിന് കൂടിയ ഡെൻസിറ്റി കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. മോളിക്യൂൾസ് വിത്ത് ഡിഫറെന്റ് ഡെൻസിറ്റീസ്, നമ്മുടെ ഡിഫറെന്റ് ഡെൻസിറ്റി ഉള്ള മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇക്വിലിബ്രിയം ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ. ഇക്വിലിബ്രിയം ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ അതായത് സപ്പോസ് ചെയ്യാം നമ്മളൊരു മിക്സ്ചറിൽ E. coli സെൽസിന്റെ മിക്സ്ചർ അതെന്ത് ചെയ്യുന്നു, N50 ആൻഡ് N40 ഇതിൽ കൾച്ചർ ചെയ്യുന്നു. ഇഫ് എ മിക്സ്ചർ ഓഫ് E. coli DNA containing heavy isotope of nitrogen, അതായത് N50 and E. coli DNA containing normal isotope of N40 is subjected to cesium chloride equilibrium density gradient centrifugation, the DNA molecules will separate into two bands, one consisting of heavy, അത് ഏതിൻ്റെ ആയിരിക്കും, ഒബ്വിയസ്ലി N40 N15 containing ആയിരിക്കും, and other light N14 containing DNA. Meselson and Stahl took cells had been growing in medium containing N50 for several generations and thus contained heavy DNA and transferred them into medium containing N40. After the cells were allowed to grow in the presence of N40 for varying periods of time, the DNA were extracted and analyzed in cesium chloride density gradient. അതായത് ഇവർ ചെയ്തത് നമുക്കറിയാം N50 heavy isotope and N40 light isotope, normal isotope of nitrogen. ഇവര് E. coli സെൽസിനെ കൾച്ചർ ചെയ്തു. ആദ്യം കൾച്ചർ ചെയ്തത് N50 N50 നൈട്രജന്റെ ഹെവി ഐസോട്ടോപ്പായ N50 കുറച്ച് ജനറേഷൻ വരെ അവരതിൽ കൾച്ചർ ചെയ്തു. അതിനുശേഷം N40 ട്രാൻസ്ഫർ ചെയ്തു, അവിടെ കൾച്ചർ ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്തു, ഡെൻസിറ്റി ഇക്വിലിബ്രിയം ഗ്രേഡിയന്റ് ഡെൻസിറ്റി സെൻട്രിഫ്യൂഗേഷന് വിധേയാക്കി, സീഷ്യം ക്ലോറൈഡ് ഇക്വിലിബ്രിയം ഡെൻസിറ്റി ഗ്രേഡിയന്റ് വിധേയാക്കി.
എന്നിട്ട് അവരെ എന്ത് ചെയ്തു, എക്സാമിൻ ചെയ്തു. പിന്നെ എങ്ങനെയാണ് അതിന്റെ സ്റ്റാൻഡ് പ്രിപ്പയർ ചെയ്തതെന്ന് എക്സാം ചെയ്തു. ഓൾ ദ DNA ഐസൊലേറ്റഡ് ഫ്രം cells after one generation of growth in the medium containing N40 had a density halfway between the densities of heavy DNA and light DNA. അപ്പൊ അവർക്ക് കിട്ടിയത് എന്താണ്, ഒരു ഡെൻസിറ്റി ഹാഫ് വേ ആണ്. അതായത് ഹെവിയും അല്ല, എന്താണ്, ലൈറ്റും അല്ല, ഒരു മീഡിയം ഡെൻസിറ്റി ആണ് കിട്ടിയത്. ദിസ് ഇന്റർമീഡിയറ്റ് ഡെൻസിറ്റി, അതായത് ഒരു ഇന്റർമീഡിയറ്റ് ഡെൻസിറ്റി, ഹെവിയും അല്ല എന്നാൽ ലൈറ്റും അല്ല, ഏത് N50 ഗ്രോ ചെയ്തു പിന്നെ N40 ഗ്രോ ചെയ്തതാണ് ഇങ്ങനെ കിട്ടിയത്. ദിസ് ഇന്റർമീഡിയറ്റ് ഡെൻസിറ്റി ഈസ് യൂഷ്വലി റെഫേർഡ് ടു ആസ് ഹൈബ്രിഡ് ഡെൻസിറ്റി. ഇത് നമ്മൾ വിളിക്കുന്നത് ഹൈബ്രിഡ് ഡെൻസിറ്റി എന്നാണ് പൊതുവെ മെൻഷൻ ചെയ്യാം. After 2 generations of growth in the medium containing N40, half of the DNA of hybrid density and half was light. If first N50 ഗ്രോ ചെയ്തു പിന്നെ N40 ഗ്രോ ചെയ്തു പിന്നെ രണ്ടാമതും N40 ഗ്രോ ചെയ്തു. രണ്ടാമത്തെ ജനറേഷനിലും N40 ഗ്രോ ചെയ്തത്. അപ്പൊ എന്ത് കിട്ടി, ഹാഫ് ഓഫ് ദ DNA വേറെന്താണ്, ഹൈബ്രിഡ്, ഹാഫ് ഹൈബ്രിഡും ഹാഫ് ലൈറ്റുമായി. അപ്പൊ നമുക്ക് 2 ബാൻഡാണ് അവിടെ കിട്ടിയത്, ഒന്ന് ഹൈബ്രിഡ് ബാൻഡും മറ്റേത് ലൈറ്റ് ബാൻഡും. ഇതാണ് അതിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ. അതായത് ഫസ്റ്റ് നമ്മൾ ഈക്വലൈ സെൽസിനെ ഗ്രോ ചെയ്തത് N50 അപ്പൊ എന്താണ്, N50 ഹെവി ബാൻഡാണ് ഇവിടെ ഫോം ചെയ്തത്, 2 സ്ട്രാൻഡും N50. പിന്നെ ഫസ്റ്റ് ജനറേഷനിൽ നമ്മൾ എന്ത് ചെയ്തു, N40 ഗ്രോ ചെയ്തു. N50 കൾച്ചർ ചെയ്ത സെൽസിനെ N40 കൾച്ചർ ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയത് N15 ലാബൈൽഡ് ആയിട്ട് ഒരു സ്ട്രാൻഡ്, നമ്മുടെ സ്ട്രാൻഡ് സെപ്പറേറ്റ് ചെയ്തു. N50 സ്ട്രാൻഡ് സെപ്പറേറ്റ് ചെയ്തു, അത് പുതിയതായിട്ടൊരു സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്തു N40. പിന്നെ രണ്ടാമത്തെ N50 സ്ട്രാൻഡ് സെപ്പറേറ്റ് ചെയ്തു, അത് പുതിയതായിട്ട് ഒരു സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്തു N40. അപ്പൊ നമുക്കൊരു ഹൈബ്രിഡ് ബാൻഡ് കിട്ടി, N50 N40 ഹൈബ്രിഡ് ബാൻഡ് കിട്ടി. അതിനുശേഷം സെക്കൻഡ് ജനറേഷനിൽ ഈ നമ്മുടെ ഇതാണ് ഇപ്പൊ പാരന്റൽ സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യുന്നത്, പാരന്റൽ DNA. അപ്പൊ അത് സ്ട്രാൻഡ് സെപ്പറേഷൻ നടന്നു, പുതിയതായിട്ടൊരു സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്തു N40. ഇതിലും അതുപോലെ തന്നെ പഴയ സ്ട്രാൻഡ് കൺസേർവ് ചെയ്യപ്പെട്ടു, പുതിയൊരു സ്ട്രാൻഡ് ന്യൂലി സിന്തസൈസ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 2 ലൈറ്റ് N40 ലൈറ്റ് ബാൻഡ് 2 കിട്ടി, N40 ഹൈബ്രിഡ് ബാൻഡ് 2 കിട്ടി. അപ്പൊ ഈ എക്സ്പെരിമെന്റ് പ്രൂവ് ചെയ്യുന്നത് നമ്മുടെ DNA റെപ്ലിക്കേഷൻ എന്താണ്, സെമി കൺസർവേറ്റീവ്ലി ആണ് എന്നാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്, മെസൽസൺ ആൻഡ് സ്റ്റാൾസ് എക്സ്പെരിമെന്റ്. ഈ അടുത്തത് നമ്മുടെ DNA റെപ്ലിക്കേഷൻ ആണ്. നമുക്കറിയാം DNA സെൽ സൈക്കിളിൽ ഒരു ഫേസ് ആണ് എസ് ഫേസ്. നമ്മുടെ DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് എസ് ഫേസ് ഓഫ് സെൽ സൈക്കിൾ വെച്ചിട്ടാണ്. ഇതില് പൊതുവെ DNA റെപ്ലിക്കേഷൻ ഓഫ് പ്രോകാരിയോട്ടും യൂകാരിയോട്സും ചില ഡിഫറൻസസിനുണ്ട്. മെക്കാനിസം സെയിം ആണ്, പക്ഷെ ചില ഡിഫറൻസ് ഉണ്ട്. അപ്പൊ പ്രോകാരിയോട്സിൽ സ്ട്രാൻഡ് എന്ന് പറയുന്നത് ഡബിൾ സ്ട്രാൻഡഡ് ആണ്, യൂകാരിയോട്സിലും DNA ഡബിൾ സ്ട്രാൻഡഡ് ആണ്. പക്ഷെ സർക്കുലാർ DNA ആയിരിക്കും പ്രോകാരിയോട്സിൽ. യൂകാരിയോട്സിൽ ലീനിയർ DNA ആയിരിക്കും, ലാർജ് ലീനിയർ മോളിക്യൂൾസ് ആണ് പ്രോകാരിയോട്സിന്റെ DNA. പ്രോകാരിയോട്സിൽ റെപ്ലിക്കേഷൻ നടക്കുന്നത് സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ്, പക്ഷെ യൂകാരിയോട്സിൽ നടക്കുന്നത് ന്യൂക്ലിയസിൽ വെച്ചിട്ടാണ്. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രോകാരിയോട്സിൽ ഒരു സിംഗിൾ ക്രോമസോമിൽ ഒരു സിംഗിൾ സൈറ്റിൽ മാത്രമായിട്ടാണ് നമ്മൾ എന്ത് നടക്കുക, റെപ്ലിക്കേഷൻ. പക്ഷെ യൂകാരിയോട്സിൽ അത് മൾട്ടിപ്പിൾ ആയിരിക്കും, അതായത് ഒരു ക്രോമസോമിൽ തന്നെ മൾട്ടിപ്പിൾ ഒറിജിൻസ് ഉണ്ടാവും യൂകാരിയോട്സിൽ. നേരെ മറിച്ച് പ്രോകാരിയോട്സിൽ ഒരു സിംഗിൾ ഒറിജിൻ മാത്രമേ പ്രോകാരിയോട്സിൽ ഉണ്ടാവും. DNA റെപ്ലിക്കേഷൻ നടക്കും. എൻസൈംസ് അൺബൈൻഡ് DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹെലിക്കേസ് ആണ്. ഇത് കുറച്ച് ഡിഫറൻസ് മാത്രമാണ്. ഇത് നമുക്ക് പ്രൊസീജിയറിൽ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഡിഫറൻസ് കാണാം. രണ്ടിനും ഹെലിക്കേസ് എൻസൈം, DNA ഹെലിക്കേസ് ആണ് സ്ട്രാൻഡ് സെപ്പറേഷൻ നടത്തുന്നത്. ഇത് ഒരു പ്രോകാരിയോട്ടിക് സെല്ല് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് നമ്മുടെ ലീനിയർ മോളിക്യൂളായ യൂകാരിയോട്സിൽ DNA ബൈ ഡയറക്ഷണൽ സെപ്പറേഷൻ ആണ് നടക്കുന്നത്. നമുക്ക് ഒറിജിൻ, DNA റെപ്ലിക്കേഷൻ നടക്കുന്ന സ്ഥലം, ഒറിജിൻ സൈറ്റ്, അതായത് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഫ്രം എ സ്പെസിഫിക് ഇനീഷ്യേഷൻ സൈറ്റ് നോൺ ആസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ ORI. The ORI sites characteristically contain AT rich sequences. അഡെനിൻ തൈമിൻ റിച്ച് സീക്വൻസിൽ വെച്ചിട്ടാണ് നമ്മുടെ റെപ്ലിക്കേഷൻ ഒറിജിൻ ചെയ്യുന്നത്. അതായത് കാരണം നമുക്കറിയാം എന്താണ്, അഡെനിനും തൈമിനും ഡബിൾ ബോണ്ടും ഡബിൾ
ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് ഏതാണ്? ഡബിൾ ബോണ്ടാണ്. അതായത് നേരെ മറിച്ച് ഗ്വാനിനും സൈറ്റോസിനും തമ്മിലുള്ളത് ഏതാണ്? ട്രിപ്പിൾ ബോണ്ടാണ്. അപ്പൊ നമുക്ക് ഏത് ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിരിക്കും മോർ എനർജി കൊടുക്കേണ്ടത്? ഗ്വാനിനും സൈറ്റോസിനും അല്ലെ? ട്രിപ്പിൾ ബോണ്ട് അല്ലേ അവർ തമ്മിൽ. അപ്പൊ അഡെനിൻ തൈമിൻ AT regions can be opened more easily than GC rich regions. കാരണം നമ്മൾ കുറെ മോർ എനർജി പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് ഈസി ഏതാണ്? AT റിച്ച് റീജിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇതാണ് ഒറിജിൻ. നമ്മുടെ രണ്ട് ഭാഗത്തേക്കും ബൈ ഡയറക്ഷണൽ റെപ്ലിക്കേഷൻ ആയതുകൊണ്ട് രണ്ട് ഭാഗത്തേക്കും ഫോർക്ക് ഫോർമേഷൻ നടക്കുന്നുണ്ട്. In the S phase, two sister chromatids will remain connected at the centromere. Two sister chromatids are separated at M phase. നമുക്കറിയാം DNA സെൽ ഡിവിഷൻ നടക്കുന്നത് സെൽ സൈക്കിളിലെ M ഫേസിൽ വെച്ചിട്ടാണ്, മൈറ്റോട്ടിക് ഫേസിൽ വെച്ചിട്ടാണ് സെൽ ഡിവിഷൻ നടക്കുക. അതുവരെ നമ്മുടെ DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ റെപ്ലിക്കേഷൻ വഴി S ഫേസിൽ വെച്ചിട്ട് DNA എന്താവും, നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ഒരു എക്സ്ട്രാ കോപ്പി ഉണ്ടാക്കും. അത് എന്ത് ചെയ്യും? സെൻട്രോമിയറുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഉണ്ടാവുക. സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെൻട്രോമിയറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ സെൽ ഡിവിഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? M ഫേസിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ചിട്ട് മാത്രമേ നമ്മുടെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേഷൻ നടക്കൂ, സെൽ ഡിവിഷൻ നടക്കൂ. In the large chromosomes of eukaryotes, multiple origins collectively control the replication of giant DNA molecules present in each chromosome. Helicase is an enzyme that unwinds the double helix and disrupt the hydrogen bond between the bases. നമ്മുടെ നൈട്രജൻ ബേസ് തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിട്ട് അത് ബ്രേക്ക് ചെയ്യണം. നമ്മുടെ സ്ട്രാൻഡ് എങ്ങനെയുള്ളത്? ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണ് നമ്മുടെ സ്ട്രാൻഡിനുള്ളത്. അപ്പോൾ അതാദ്യം അൺവൈൻഡ് ചെയ്ത് രണ്ട് സ്ട്രാൻഡിനെ സെപ്പറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് DNA റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. അപ്പൊ നമ്മൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് ഫസ്റ്റ് എൻസൈം ഏതാണ്? ഹെലിക്കേസ് ആണ്. Helicase is an enzyme that unwinds the double helix and disrupts the hydrogen bond between the bases, thus separating DNA into individual strands and creating a replication fork. നമ്മുടെ സ്ട്രാൻഡ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റെപ്ലിക്കേഷൻ ഫോർക്ക് കിട്ടി. Once the DNA strands are unbound by DNA helicase, they must be kept in an extended single-stranded form for replication. അവർ സെപ്പറേറ്റ് ചെയ്താലും നമുക്കൊരു എക്സ്റ്റെൻഡ് സിംഗിൾ സ്ട്രാൻഡിലായിട്ട് അത് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് റെപ്ലിക്കേഷൻ നടക്കൂ. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? They must be maintained in this state by a coating of single-stranded DNA binding protein. ഈ സിംഗിൾ സ്ട്രാൻഡ് DNA binding പ്രോട്ടീൻ ആണ് DNAയുടെ എന്തായിട്ട് സിംഗിൾ സ്ട്രാൻഡായിട്ട് റിമെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. The unwinding of helix generate a torsional strain in the helix. This enzyme topoisomerase relieves supercoiling ahead of the റെപ്ലിക്കേഷൻ ഫോർക്ക്. അതായത് നമ്മുടെ ലീനിയർ DNA മോളിക്യൂൾ വളരെ വലുതാണ് അല്ലെ. അപ്പൊ ഇത് ഇങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മുടെ DNA സൂപ്പർ കോയിൽ, അതായത് നല്ലോണം കോയിൽ ചെയ്ത് കാണപ്പെടും. അപ്പൊ ഈ കോയിലിംഗ് അൺവൈൻഡിങ് ചെയ്ത് നമ്മളെ ഹെലിക്സ് നമ്മൾ അൺവൈൻഡ് ചെയ്ത് തന്നു. അതായത് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹെലിക്കൽ സ്ട്രക്ചർ അൺവൈൻഡ് ചെയ്ത് തന്നത് ആരാണ്? DNA ആരാണ്? ഹെലിക്കേസ് എൻസൈമാണ്. അതുപോലെ നമ്മുടെ രണ്ടാമത്തെ എൻസൈമായ ടോപ്പോഐസോമറേസ് എന്ത് ചെയ്യുന്നു? സൂപ്പർ കോയിലിംഗ് enzyme topoisomerase relieves supercoiling ahead of the replication fork. Each new DNA chain is initiated by a short RNA primer synthesized by DNA primase. രണ്ടാമത് നമുക്ക് സ്റ്റെപ്പ്, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? സിംഗിൾ സ്ട്രാൻഡ് ആക്കി. ആദ്യം ഹെലിക്സ് സിംഗിൾ സ്ട്രാൻഡ് ആക്കി, സെപ്പറേറ്റ് ചെയ്തു, രണ്ട് സ്ട്രാൻഡ് സെപ്പറേറ്റ് ചെയ്തു. അതിനുശേഷം സൂപ്പർ കോയിലിംഗ് എല്ലാം കളഞ്ഞു. ഇനി അടുത്തത് നമുക്ക് എന്താണ്? രണ്ടാമത്തെ പാരന്റൽ സ്ട്രാൻഡിനെ ടെംപ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ഒരു പുതിയ കോംപ്ലിമെന്ററി സ്ട്രാൻഡ് പ്രിപ്പയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? അതിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് പ്രൈമേസ് ആണ്. DNA പ്രൈമേസ് ആണ് ചെയിൻ, ന്യൂ ചെയിൻ എന്ത് ചെയ്യുന്നത്? സിന്തസിസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് DNA പ്രൈമേസ് ഒരു പ്രൈമർ അറ്റാച്ച് ചെയ്യും, നമ്മുടെ പാരന്റൽ സ്ട്രാൻഡിൽ ഒരു പ്രൈമർ അറ്റാച്ച് ചെയ്യും. അതിന്റെ ബേസിലാണ് നമ്മളെ ചെയിൻ synthesize ചെയ്യപ്പെടുന്നത്. In prokaryotes, these RNA primers are 10 to 60 nucleotides long, whereas in eukaryotes they are shorter. Eukaryotes prokaryotes cutting short ആയിരിക്കും. ആര്? ഈ RNA primer only about 10 nucleotides.
ഒരു 10 ന്യൂക്ലിയോടൈഡ് ലോങ് ആയിരിക്കും യൂക്കാരിയോട്സിലെ RNA പ്രൈമറിന്റെ ലെങ്ത്. DNA polymerase 3 catalyzes the addition of deoxyribonucleotides to RNA primers either continuously on the leading strand or discontinuously by the synthesis of Okazaki fragments on the lagging strand. DNA polymerase 3 terminates an Okazaki fragment when it bumps into the RNA primer of the preceding Okazaki fragment. അതായത് proceeding Okazaki fragment അടുത്തെത്തുമ്പോൾ DNA polymerase 3 എന്ത് ചെയ്യും? ടെർമിനേറ്റ് ചെയ്യും. DNA polymerase 3 ആണ് എന്ത് മെയിൻ എൻസൈം ഫോർ റെപ്ലിക്കേഷൻ, DNA റെപ്ലിക്കേഷൻ. കാരണം നമ്മുടെ സ്റ്റാൻഡിലേക്ക്, പുതിയ സ്റ്റാൻഡിലേക്ക് ഡിയോക്സിറൈബോന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്യുന്നത് ആരാണ്? DNA polymerase 3 ആണ്. പ്രൈമർ അവിടെ ചെന്ന് അറ്റാച്ച് ചെയ്തു. പ്രൈമറിന്റെ ഹെൽപ്പോടെ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുന്നതാണ് നമ്മുടെ DNA polymerase 3. അത് 2 സ്ട്രാൻഡ് പ്രിപ്പറേഷൻ നമ്മൾ പറഞ്ഞു. ഒന്നെന്താണ് ലീഡിങ് സ്ട്രാൻഡ്, മറ്റേതെന്താണ് ലാഗിങ് സ്ട്രാൻഡ്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. കോംപ്ലിമെന്ററി സ്ട്രാൻഡ് ഓഫ് ദ DNA ഡബിൾ ഹെലിക്സ് ഹാവ് ഓപ്പോസിറ്റ് കെമിക്കൽ പോളാരിറ്റി. നമുക്കറിയാം, ഒന്ന് 5' to 3' ആണെങ്കിൽ മറ്റേ സ്ട്രാൻഡ് എന്തായിരിക്കും? 3' to 5' ആയിരിക്കും. അതായത് ആന്റി പാരലൽ നേച്ചർ ഓഫ് DNA അല്ലെ. The complementary strand of the DNA double helix have opposite chemical polarity. One strand is being extended in 5' to 3' direction and the other strand is being extended in 3' to 5' direction. But the DNA polymerase can only catalyze the synthesis in 5' to 3' direction. So the synthesis of one strand of DNA is continuous and whereas the synthesis of other strand is discontinuous. രണ്ട് സ്ട്രാൻഡിനും നമ്മുടെ ഓപ്പോസിറ്റ് പോളാരിറ്റി ആയതുകൊണ്ട് നമ്മുടെ DNA റെപ്ലിക്കേഷനിൽ ചെറിയ ചേഞ്ച് വരും. എന്താണ്? അതായത് നമ്മുടെ DNA പോളിമറൈസിന് എന്ത് ഓൺലി കാറ്റലൈസ് ദ സിന്തസിസ് ഇൻ 5' to 3' ഡയറക്ഷൻ. 5' to 3' ഡയറക്ഷനിൽ മാത്രമേ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യാനുള്ള കഴിവുള്ളൂ ആർക്ക്? DNA പോളിമറൈസ് 3ക്ക്. പക്ഷെ നമുക്കറിയാം നമ്മുടെ രണ്ട് സ്ട്രാൻഡും ഓപ്പോസിറ്റ് പോളാരിറ്റി ആണ്. The synthesis of strand being extended in 5' to 3' direction is called the leading strand is continuous. കാരണം അവിടെ കുഴപ്പമൊന്നുമില്ല. ഏതാണ്? സ്റ്റാൻഡ് 5' to 3' ഡയറക്ഷനിലാണ്. പോളിമറൈസിന് കണ്ടിന്യൂസ് ആയിട്ട് ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്യാം, ഒരു കണ്ടിന്യൂസ് സ്ട്രാൻഡ് പ്രിപ്പയർ ചെയ്യാം. സ്ട്രാൻഡ് ബീങ് പ്രോബ്ലം എവിടെയുള്ളത്? 3' to 5' ഡയറക്ഷനിലുള്ള സ്ട്രാൻഡിനാണ്. The strand being extended in 3' to 5' direction is called the lagging strand, drawn by the synthesis of short fragments synthesized in 5' to 3'. അതായത് സ്ട്രാൻഡ് ന്യൂക്ലിയോടൈഡ് അല്ല, DNA പോളിമറൈസ് സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുന്നത് 5' to 3' ഡയറക്ഷനിൽ തന്നെയാണ്. പക്ഷെ അതിന്റെ ഡയറക്ഷൻ ഏത് സൈഡിലൂട്ടാ? 3' to 5' ഡയറക്ഷൻ. ആൻഡ് ദ സബ്സിക്വന്റ് കോവാലന്റ് ജോയിനിങ് ഓഫ് ദീസ് ഷോർട്ട് ഫ്രാഗ്മെന്റ്സ് അതെന്ത് ചെയ്യും? ജോയിൻ ചെയ്യും. ഈ ഫ്രാഗ്മെന്റ്സ് പിന്നീട് ജോയിൻ ചെയ്യപ്പെടും. Thus the synthesis of lagging strand occurs by a discontinuous mechanism. അവിടെ ഒരു ഡിസ്കണ്ടിന്യൂസ് മെക്കാനിസം ആണ്. മറ്റേത് ഫസ്റ്റ് 5' to 3' ഡയറക്ഷനിൽ സിന്തസൈസ് ചെയ്യുന്ന സ്ട്രാൻഡ് കണ്ടിന്യൂസ് ആയിരിക്കും, മറ്റേത് ഒരു ഡിസ്കണ്ടിന്യൂസ് മെക്കാനിസം ആണ്. These small fragments of DNA have been named Okazaki fragments after Reiji Okazaki and Tuneko Okazaki. ഒരു ജപ്പാനീസ് സയന്റിസ്റ്റ് ആണ് ഇത് ഡിസ്കവർ ചെയ്തത്. The scientists who discovered them in the late 1960s. അതുകൊണ്ട് നമ്മൾ ആ ഫ്രാഗ്മെന്റ്സിനെ, ഷോർട്ട് ഫ്രാഗ്മെന്റ്സിന്, നമ്മുടെ ഡിസ്കണ്ടിന്യൂസ് സ്റ്റാൻഡിലുള്ള ആ ഷോർട്ട് ഫ്രാഗ്മെന്റ്സിനെ നമ്മൾ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് വിളിക്കുന്നു. In eukaryotes, the Okazaki fragments are only 100 to 200 nucleotides in length. യൂക്കാരിയോട്സിൽ എന്താണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്? 100 to 200 ലെങ്ത് ആണ്, ന്യൂക്ലിയോടൈഡ്സ് ലെങ്ത് ആണ്. A mechanism is needed to link the Okazaki fragments together to produce the large DNA strand present in the mature chromosome. This mechanism is provided by the enzyme DNA ligase. നമ്മുടെ Okazaki ഫ്രാഗ്മെന്റ്സിനെ പിന്നീട് തമ്മിൽ ഫോസ്ഫോഡൈസ്റ്റർ ലിങ്കേജ് തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ആരാണ്? DNA ligase ആണ്. സീലിംഗ് എൻസൈം. ഇതാണ് നമ്മുടെ പ്രൊസീജിയർ ആയിട്ട് പറയുന്നത്. അതായത് നമ്മുടെ രണ്ട് DNA സ്ട്രാൻഡ്, ഒന്ന് 5' to 3', 3' to 5' സ്ട്രാൻഡ് ഉണ്ട്. ആദ്യം അത് അൺബൈൻഡ് ചെയ്തു, സെപ്പറേറ്റ് ചെയ്തു, സിംഗിൾ സ്ട്രാൻഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. പിന്നീട് പ്രൈമർ അറ്റാച്ച് ചെയ്തു, പ്രൈമർ എക്സ്റ്റൻഷൻ നടക്കുന്നു. ലീഡിങ് സ്ട്രാൻഡിൽ കണ്ടിന്യൂസ് സ്ട്രാൻഡ് എക്സ്റ്റെൻഡ് ചെയ്തു പോകുന്നു. നമ്മുടെ ഹെലിക്കേസ് അൺബൈൻഡ് ചെയ്ത് ഈ ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ നമ്മുടെ ലാഗിങ് സ്ട്രാൻഡിൽ എന്ത് സംഭവിക്കുന്നു? പ്രൈമർ അറ്റാച്ച് ചെയ്തു. പോളിമറൈസ് എന്ത് ചെയ്തു? 5' to 3' ഡയറക്ഷനിൽ സ്ട്രാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. പിന്നീട് അങ്ങോട്ട് പ്രൈമർ പിന്നീട് അറ്റാച്ച് ചെയ്യുന്നു. സ്ട്രാൻഡ് എക്സ്റ്റൻഷൻ നടക്കുന്നു. അങ്ങനെ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ന്യൂ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യപ്പെടുന്നു. പിന്നീട് നമ്മുടെ DNA ലിഗേസ് വന്നിട്ട് മൊത്തത്തിൽ സീൽ ചെയ്യുന്നു. സ്ട്രാൻഡ് ഫോർമേഷൻ കംപ്ലീറ്റഡ് ആക്കുന്നു. നമ്മുടെ റെപ്ലിക്കേഷൻ ഫോർക്കിന്റെ ഒരു ഡയഗ്രാണ്. പാരന്റൽ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന് 5' to 3' ഡയറക്ഷനിൽ കണ്ടിന്യൂസ് സ്ട്രാൻഡ്, നമ്മുടെ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. ഇവിടെ പറഞ്ഞത് കാണിച്ചിരിക്കുന്ന ഒരു ഡയഗ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈമറിന് അറ്റാച്ച് ചെയ്യിപ്പിക്കുന്നു നമ്മുടെ പാരന്റൽ സ്ട്രാൻഡിൽ. The initiation of DNA strand with RNA primers, the enzyme DNA primase catalyze the synthesis of short RNA strand that are complementary to the template strand. Template strandന് കോംപ്ലിമെന്ററി ആയിട്ട് നമ്മുടെ DNA primase ഒരു RNA primer അവിടെ അറ്റാച്ച് ചെയ്യിപ്പിക്കുന്നു. പിന്നീട് DNA polymerase 3 ആണ് അത് നമ്മുടെ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുന്നത്. ഇത് ലീഡിങ് സ്ട്രാൻഡിൽ ലാഗിങ് സ്ട്രാൻഡിൽ ഒരു ടേബിൾ ആണ്. ലീഡിങ് സ്റ്റാൻഡിൽ എന്താണ്? കണ്ടിന്യൂസ് സിന്തസിസ് ആണ്. ലാഗിങ് സ്റ്റാൻഡിൽ അത് ഫ്രാഗ്മെന്റഡ് ആയിട്ടാണ് സ്റ്റാൻഡ് ഫോം ചെയ്യുന്നത്. കോംപ്ലിമെന്ററി ടു 3' to 5' ഡയറക്ഷൻ, 3' to 5' പാരന്റ് സ്റ്റാൻഡ്. ലീഡിങ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ 3' to 5' പാരന്റ് സ്റ്റാൻഡ് ആണ് കോംപ്ലിമെന്ററി ആയിട്ട് വരുന്നത്. മറ്റേത് 5' to 3' പാരന്റൽ സ്റ്റാൻഡിലാണ് കോംപ്ലിമെന്ററി ആയിട്ടാണ് ലാഗിങ് സ്റ്റാൻഡ് വരുന്നത്. നോ നീഡ് ഫോർ DNA ലിഗേസ്. ലീഡിങ് സ്റ്റാൻഡിൽ ലിഗേസിന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ലാഗിങ് സ്റ്റാൻഡിൽ എന്താണ്? DNA ലിഗേസ് ആവശ്യമാണ്. നീഡ്സ് വൺ പ്രൈമർ, നീഡ്സ് മെനി പ്രൈമർ. ലീഡിങ് സ്റ്റാൻഡിൽ ഒരു പ്രൈമറിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. കാരണം ആ പ്രൈമർ അറ്റാച്ച് ചെയ്ത് DNA പോളിമറൈസ് കണ്ടിന്യൂസ് ആയിട്ട് സിന്തസൈസ് ചെയ്യുന്നു, സ്റ്റാൻഡ് സിന്തസൈസ് ചെയ്യുന്നു. പക്ഷെ ലാഗിങ് സ്റ്റാൻഡിൽ എന്താണ്? ഒരുപാട് പ്രൈമറിന്റെ ആവശ്യമുണ്ട്. The 5' to 3' exonuclease activity of DNA polymerase 1 excites the RNA primer, and at the same time 5' to 3' polymerase activity of the enzyme replaces the RNA with DNA. അടുത്ത എൻസൈം ആണ് എന്ത്? DNA polymerase 1. DNA polymerase 1 എന്താ ചെയ്യുന്നത്? നമുക്കറിയാം നമ്മുടെ പ്രൈമേസ്, DNA പ്രൈമേസ് RNA പ്രൈമറിനെ നമ്മുടെ സ്റ്റാൻഡിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ RNA ആണ് അവിടെ ഉള്ളത്. നമുക്ക് നമ്മുടെ സ്റ്റാൻഡിൽ മൊത്തത്തിൽ DNA ആണ് ആവശ്യം. അപ്പോ RNA മാറ്റി DNA റീപ്ലേസ് ചെയ്യുന്നതിന്റെ ജോലി ആയിരിക്കാണ് DNA polymerase 1 അത് ഏത് എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി ആൻഡ് polymerase activity of 5' to 3' exonuclease activity and 5' to 3' polymerase activity of DNA polymerase 1. ആ ജോലി ചെയ്യുന്നത് DNA polymerase 1 ആണ്. The RNA primer is subsequently removed and replaced with the DNA by the dual 5' to 3' exonuclease and 5' to 3' polymerase activity built into the DNA polymerase 1. DNA ligase then covalently crosses the nascent DNA chain, catalyzes the formation of phosphodiester linkages. Next നമ്മുടെ DNA ligase വന്നിട്ട് എല്ലാം ക്ലോസ് ചെയ്യും, chain complete by the formation of phosphodiester linkage. നമ്മുടെ E. coli contain at least 5 DNA polymerases. DNA polymerase 1, DNA polymerase 2, DNA polymerase 3, DNA polymerase 4 and DNA polymerase 5. നമുക്കറിയാം DNA polymerase 1 and DNA polymerase 2 are DNA repair enzymes. Unlike DNA polymerase 1 and 2, DNA polymerase 3 is complex enzyme composed of many different subunits. Like DNA polymerase 1, DNA polymerase 3 has 5' to 3' polymerase activity. നമ്മുടെ DNA polymerase 3 ആണ് നമ്മുടെ പോളിമറൈസേഷൻ റിയാക്ഷൻ നടത്തുന്നത്. അതേപോലെ DNA polymerase 1 എന്ത് ആക്ടിവിറ്റി ഉണ്ട്? 5' to 3' polymerase activity ഉണ്ട്. ഇപ്പം പറഞ്ഞത് പ്രോകാരിയോട്സിന്റെ DNA polymerase കുറിച്ചിട്ടാണ്. യൂക്കാരിയോട്സിൽ DNA polymerase have been named alpha, beta, gamma, epsilon and delta. 2 or more of the DNA polymerase alpha, delta, epsilon work together to carry out the semi-conservative replication of nuclear DNA.
DNA polymerase is responsible for the replication of DNA in mitochondria. ന്യൂക്ലിയസ് മാത്രമല്ല നമ്മളെ എന്താണ് മൈറ്റോകോൺട്രിയയിലും ക്ലോറോപ്ലാസ്റ്റിലും DNA ഉണ്ട്, ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ അവിടുത്തെ റെപ്ലിക്കേഷൻ DNA പോളിമറേസ് ആണ്. DNA മൈറ്റോകോൺട്രിയൽ DNA റെപ്ലിക്കേഷൻ നടത്തുന്നത് DNA പോളിമറേസ് ആണ്. പ്രോകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക് റെപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞ മെയിൻ മെക്കാനിസം, അതായത് സ്ട്രാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന മെക്കാനിസം എല്ലാം നമ്മുടെ യൂകാരിയോട്സിലും പ്രോകാരിയോട്സിലും ഏകദേശം ഒരുപോലെയാണ്. പക്ഷെ ചില ഡിഫറൻസ് ഉണ്ട് യൂകാരിയോട്സിലും പ്രോകാരിയോട്സിലും. നോക്കാം. DNA replication are similar in prokaryotes and eukaryotes, including humans. RNA primers and Okazaki fragments are shorter in eukaryotes than in prokaryotes, but the leading and the lagging strand replicate by continuous and a discontinuous mechanism, respectively in eukaryotes just as in prokaryotes. ലീഡിംഗ് സ്റ്റാൻഡ് സിന്തസിസ് ചെയ്യുന്നതും ലാഗിംഗ് സ്റ്റാൻഡ് സിന്തസിസ് ചെയ്യുന്നതും എല്ലാം സിമിലർ ആണ് പ്രോകാരിയോട്സിലും യൂകാരിയോട്സിലും. പക്ഷെ ഡിഫറൻസ് എന്ന് പറയുന്നത് RNA പ്രൈമറിലും ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിന്റെയും ലെങ്ത് എന്തായിരിക്കും, ഷോർട്ട് ആയിരിക്കും പ്രോകാരിയോട്സിൽ. പക്ഷെ പ്രോകാരിയോട്സിനെ അപേക്ഷിച്ച് RNA പ്രൈമറിന്റെയും ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിന്റെയും ലെങ്ത് ഷോർട്ട് ആയിരിക്കും യൂകാരിയോട്സിൽ. DNA synthesis takes place within a small portion of cell cycle in eukaryotes, not continuously as in prokaryotes. സെൽ സൈക്കിളിന്റെ ഒരു ചെറിയ പോർഷനിൽ വെച്ചിട്ടാണ് നമ്മുടെ DNA സിന്തസിസ് നടക്കുന്നത് യൂകാരിയോട്സിൽ. പക്ഷേ പ്രോകാരിയോട്സിൽ ത്രൂ ഔട്ട് റെപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. The giant DNA molecule present in eukaryotic chromosome would take much too long to replicate if each chromosome contained a single origin. Thus, eukaryotic chromosome contain multiple origins of replication. നമുക്കറിയാം giant DNA മോളിക്യൂൾ ആണ് നമ്മുടെ യൂകാരിയോട്സിലുള്ളത്. അപ്പോൾ ഒരു സിംഗിൾ ഒറിജിൻ കൊണ്ട് മാത്രം നമുക്ക് അവിടെ റെപ്ലിക്കേഷൻ നടത്താൻ പറ്റൂല. ഒരുപാട് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലാർജ് DNA മോളിക്യൂള് ഉള്ള യൂകാരിയോട്സിൽ ലാർജ് DNA മോളിക്യൂള് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് അവിടെ മൾട്ടിപ്പിൾ ഒറിജിൻസ്. ഇനി എൻഡ് റിപ്ലിക്കേഷൻ നമുക്കറിയാം. നമ്മുടെ ക്രോമസോമിന്റെ എൻഡ് പാർട്ടിനെ നമ്മൾ എന്ത് വിളിക്കും? ടീലോമിയർ എന്നാണ് നമ്മുടെ ക്രോമസോമിന്റെ എൻഡ് പാർട്ടിനെ വിളിക്കുക. അപ്പൊ അവിടെ നടക്കുന്ന റെപ്ലിക്കേഷൻ കുറച്ച് വ്യത്യാസം വരും. അവിടെ ഒരു പ്രോബ്ലം നേരിടും. കാരണം നമ്മുടെ അത് പറയാം, ടീലോമറേസ് replication of chromosome termini because of the requirement of free 3' OH end at the primer strand. DNA polymerase cannot replace an RNA primer that initiate DNA synthesis close to or at the terminus of the lagging strand. നമ്മുടെ നമ്മുടെ ഇവിടെ റെപ്ലിക്കേഷൻ നടത്തി പോകുമ്പോൾ നമ്മുടെ അവിടെ DNA-യുടെ ഏറ്റവും എൻഡിലെത്തി, പിന്നെ അങ്ങോട്ട് നമുക്ക് എന്തില്ല, സ്ട്രാൻഡ് ഇല്ല എന്നുള്ളൊരു അവസ്ഥ വരുമല്ലോ. ആ സമയത്ത് നമ്മുടെ എൻഡിൽ ഉണ്ടാവുന്ന 3' OH എൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ DNA പോളിമറൈസിന്റെ സ്ട്രാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റൂ. പക്ഷെ ഇവിടെ എന്തില്ല, അങ്ങനെ ഒരു 3' OH എൻഡ് ഇല്ല, ഫ്രീ 3' OH എൻഡ് ഇല്ല. അപ്പൊ നമ്മുടെ DNA പോളിമറൈസിന് സ്ട്രാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റൂല. ഈ പ്രശ്നം വരുന്നത് നമ്മുടെ ലീഡിംഗ് സ്റ്റാൻഡിലല്ല, ലാഗിംഗ് സ്റ്റാൻഡിലാണ്. കാരണം ലീഡിംഗ് സ്റ്റാൻഡിൽ ഒരു പ്രൈമർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റാൻഡ് സിന്തസിസ് പോയി. പക്ഷെ ലാഗിംഗ് സ്റ്റാൻഡിൽ എന്ത് വരും, നമ്മൾ ഫ്രാഗ്മെന്റ് ആയിട്ടാണ് സ്റ്റാൻഡ് സിന്തസിസ് ചെയ്യുന്നത്. അവിടെയാണ് ആ പ്രോബ്ലം വരുന്നത്. കാരണം ഒരു ഫ്രീ 3' OH എൻഡ് ഇല്ല അവിടെ. ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ DNA പോളിമറൈസിന് സ്റ്റാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റൂ. These termini of chromosome are replicated by a special enzyme called the telomerase, which prevents the end of the chromosome from becoming shorter during each replication. അപ്പോൾ ആ ഒരു പ്രശ്നം വരുമ്പോൾ ഡയഗ്രം കാണിക്കും. ഇതാണ് നമ്മുടെ എൻഡ്, ക്രോമസോം DNA എൻഡ് എന്ന് പറയുന്നത് ടീലോമിയർ, ലാഗിംഗ് സ്റ്റാൻഡ്, പ്രൈമർ പ്രോബ്ലം. നമ്മുടെ 5' to 3' ഡയറക്ഷനിലുള്ള നമ്മുടെ പാരന്റൽ സ്ട്രാൻഡ്, ഇത് പാരന്റൽ സ്ട്രാൻഡ് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ പുതിയതായിട്ട് സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുന്നു. നമ്മുടെ RNA പ്രൈമർ അറ്റാച്ച് ചെയ്തു, ഒക്കസാക്കി ഫ്രാഗ്മെന്റ് ഇവിടെ സിന്തസൈസ് ചെയ്തു 5' to 3' ഡയറക്ഷനിൽ. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ പ്രൈമർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ DNA പോളിമറൈസ് 1 എന്ത് ചെയ്യണം, RNA മാറ്റി DNA കൊണ്ടുവരണ്ടേ.
അങ്ങനെ കൊണ്ടുവന്ന് DNA സ്ട്രാൻഡ് എക്സ്റ്റൻഷൻ നടത്താം. അവിടെ ഇവിടെ ഈ ഗ്യാപ്പ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് വേണം, ഒരു 3' ഫ്രീ 3' OH വേണം. പക്ഷെ ഇവിടെ എന്തില്ല, നോ 3' OH ഫോർ കോവാലന്റ് എക്സ്റ്റൻഷൻ. ഇവിടെ സ്ട്രാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒരു ഫ്രീ 3' OH ഇല്ല. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പോ നമുക്കൊരു സ്പെഷ്യൽ മെക്കാനിസം ഇവിടെ ഉണ്ട്. ഒരു സ്പെഷ്യൽ എൻസൈം DNA ടീലോമറേസ് എന്ന് പറഞ്ഞൊരു എൻസൈമാണ് ഇവിടുത്തെ ഈ റെപ്ലിക്കേഷന് സഹായിക്കുന്നത്, എൻഡ് റെപ്ലിക്കേഷൻസ് ഹെൽപ്പ് ചെയ്യുന്നത്. The telomerase of humans which contain the randomly repeated sequence TTAGGG എന്ന് പറഞ്ഞ ടീലോമിയറിൽ, നമ്മുടെ ടീലോമിയറിൽ ഇങ്ങനെ ഒരു സ്പെഷ്യൽ സീക്വൻസ്, റാൻഡംലി റിപ്പീറ്റഡ് സീക്വൻസ് ആണ് കാണപ്പെടുന്നത്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. TTAGGG എന്ന് പറഞ്ഞ സീക്വൻസ് റിപ്പീറ്റ് ചെയ്ത് കാണപ്പെടും. Telomerase recognize the G-rich telomere sequence on 3' overhang and extend it 5' to 3', one repeat unit at a time. നമ്മുടെ ടീലോമറേസ് എൻസൈം ജി റിച്ച് റീജിയൻ റെക്കഗ്നൈസ് ചെയ്യും. Telomerase does not fill the gap opposite to the 3' end of the template strand. It simply extends the 3' end of the template strand. The unique feature of telomerase is that it contains a built-in RNA template. അപ്പോൾ നമ്മൾ എൻഡ് റെപ്ലിക്കേഷൻ നടക്കുന്നത് ടീലോമറേസ് എൻസൈമിന്റെ ഹെൽപ്പ് വെച്ചിട്ടാണ്. നമുക്ക് അവിടെ ഒരു ഫ്രീ 3' OH ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ടീലോമറേസ് എൻസൈം വരും. ടീലോമറേസ് എൻസൈമിന് എന്തുണ്ട്, ഒരു ബിൽറ്റ്-ഇൻ RNA ടെംപ്ലേറ്റ് ഉണ്ട് എന്നാ പറയുന്നത്. അതെന്ത് ചെയ്യും, ഗ്വാനിൻ റിച്ച് സീക്വൻസ് റെക്കഗ്നൈസ് ചെയ്യും, അവിടെ പോയി അറ്റാച്ച് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യില്ല, പക്ഷെ നേരെ മറിച്ച് നമ്മുടെ സ്ട്രാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യും. ഈ RNA, നമ്മുടെ ടീലോമറേസിലുള്ള RNA ടെംപ്ലേറ്റ് എന്താകും, ഒരു ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതെന്ത് ചെയ്യും, നമ്മുടെ 5' to 3' ഡയറക്ഷനിലുള്ള നമ്മുടെ സ്ട്രാൻഡ് ഉണ്ടല്ലോ, അത് എന്ത് ചെയ്യും, അതിന്റെ ലെങ്ത് കൂട്ടും. ഇവിടെ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇതിന്റെ ലെങ്ത് ഇങ്ങോട്ട് കൂട്ടി 3' എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ അവിടെ നമ്മുടെ RNA പ്രൈമർ വന്ന് അറ്റാച്ച് ചെയ്യും. നമ്മുടെ സ്ട്രാൻഡ് അവിടെ കംപ്ലീറ്റ് ആയിട്ട് സിന്തസൈസ് ചെയ്യപ്പെടും. ഇങ്ങനെയാണ് നമ്മുടെ DNA നമ്മുടെ എൻഡ് DNA എന്ത് ചെയ്യുന്നത്, റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് ബൈ ദ ഹെൽപ്പ് ഓഫ് എൻസൈം ടീലോമറേസ്. എത്രയാണ്? നിരുപമ, മാരത്തോൺ പ്രസന്റേഷൻ ആയിരുന്നല്ലേ? ഓക്കെ, ഗുഡ്. ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, അത് ഞാൻ ക്ലാസ്സിൽ പറയാം. ഓക്കെ, നമുക്കിനി അടുത്തെടുക്കുന്നോ? 1 മണിക്കൂറായി. എന്ത് പറയുന്നു? അടുത്ത ഇനി ആരാ ഉള്ള? അലീന ഉണ്ടല്ലോ. അലീന നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇതുപോലെ ഒരു ദിവസം ഓൺലൈൻ എടുക്കാം. ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം. 1 മണിക്കൂറായി, എല്ലാവരും ബോറടിച്ചു കാണും. ഓക്കെ, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ബാക്കി ആരും വേണ്ടതില്ലല്ലോ, എല്ലാവരും പോയിറങ്ങി. ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം ക്വിറ്റാവാം. അടുത്ത സെമിനാറിൽ നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ സർ. താങ്ക് യു സർ.